നമസ്കാരം, മലയാളാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കോയിൻസ്ബിറ്റ് ഇന്ത്യയെ കുറിച്ചാണ്. ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000 ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, ഏകദേശം 15,000 രൂപ വാല്യൂ ഉള്ള ടോക്കൺ കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് കണ്ട് ആ കോയിനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പിന്നീടുള്ള വീഡിയോസിലെല്ലാം വന്ന കമന്റ് ആണ്, കോയിൻസ്ബിറ്റ് ഇന്ത്യയെ കുറിച്ച് പിന്നീട് അപ്ഡേറ്റ് കാര്യങ്ങൾ തന്നില്ല, ഇതിൽ എയർ ഡ്രോപ്പ് കഴിഞ്ഞു, ഈ പൈസ എന്നാണ് നമുക്ക് കിട്ടുന്നത്, ഈ കോയിൻ എന്നാണ് ലിസ്റ്റ് ആവുന്നത്, ഇവരുടെ ആപ്പ് വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരുപാട് സംശയങ്ങൾ എന്റെ പിന്നീടുള്ള വീഡിയോസിലെല്ലാം കമന്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കോയിൻസ്ബിറ്റ് ഇന്ത്യയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. അതായത് എന്നീ കോയിൻ ലിസ്റ്റ് ചെയ്യും, നമുക്ക് എന്നീ കോയിൻ വിൽക്കാനായിട്ട് സാധിക്കും, നമ്മൾ വിൽക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാകും ഒരു കോയിന്, അങ്ങനെയുള്ള എല്ലാ കാര്യവും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നീട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. കോയിൻസ്ബിറ്റ് ഇന്ത്യയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ വേറൊരു വീഡിയോ തപ്പി പോകേണ്ട, താഴെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്താണ് ഈ ഒരു സംഭവം എന്നും ഇത് നിങ്ങളെ പറ്റിച്ചതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, യൂട്യൂബേഴ്സിനൊക്കെ കാശ് കിട്ടി ഞങ്ങളെയൊക്കെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കമന്റുകളും വരുന്നത് കാണാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കറിയാം, വസിറക്സ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ഇന്ത്യയിലോട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെ ടോക്കൺസ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്താണ്. അന്ന് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു വെച്ചവർ പിന്നീട് അത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റതുമാണ്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ കഥയെക്കുറിച്ച് അറിയാമായിരിക്കും. അതുപോലെ തന്നെയാണ് കോയിൻസ്ബിറ്റ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലേക്ക് അവരുടെ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2000 ടോക്കണുകൾ ഫ്രീ ആയിട്ട് കൊടുത്തത്. അപ്പം അതിൻ്റെ എയർ ഡ്രോപ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ലാസ്റ്റ് 31 തീരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിങ്ങനെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് അങ്ങനെ വന്നിട്ട് തീരുവാന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ എയർ ഡ്രോപ്പ് കാര്യങ്ങൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തീർത്തിട്ടില്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ കോയിൻസ്ബിറ്റ് ഇന്ത്യയിൽ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ താഴെ ലിങ്കിൽ പോയിട്ട് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ, KYC കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 500 കോയിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. ആദ്യം 2000 ആയിരുന്നു, ഇപ്പോൾ അത് 500 ആക്കി കുറച്ചിട്ടുണ്ട്. നല്ലൊരു വാല്യൂ ഉള്ള കോയിനാണ് 500 കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത, അതായത് കോയിൻസ്ബിറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ രജിസ്റ്റർ ലിങ്കും അതുപോലെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ള വീഡിയോ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ട് മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കോയിൻസ്ബിറ്റ് ഇന്ത്യയുടെ ഒരു Q1 എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. അതായത് അവർ 3 ഭാഗമായിട്ടാണ് അതിന് തിരിച്ചത്, Q1, Q2, Q3. അപ്പോൾ Q3യിലാണ് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ അവരുടെ Q1 എന്ന് പറയുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഏകദേശം 1 മില്യണോളം ആൾക്കാരാണ് ഈ ഒരു കോയിൻസ്ബിറ്റ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. പണ്ട് നമുക്ക് KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 തൊട്ട് 6 ദിവസം വരെയൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ 2000 കോയിൻ കളക്ട് ചെയ്യുന്നുണ്ടാവും. കൂടുതൽ ആൾക്കാരും റെഫർ ചെയ്ത് ഒരുപാട് കോയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ റെഫർ ചെയ്ത് വെച്ച കോയിൻസ് അവിടെ വെക്കേണ്ട, നിങ്ങൾക്കത് വീണ്ടും പ്രോഫിറ്റ് ആകാവുന്ന രീതിയിൽ സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ അവരുടെ പ്ലാറ്റ്ഫോമിൽ അവർ ഓൾറെഡി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസിനെ വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് നിങ്ങളൊരു മാസത്തേക്ക് സ്റ്റേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും കൂടും. അതായത് 2000 കോയിനൊക്കെ ഒരു മാസത്തേക്ക് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വീണ്ടും ഒരു 60 കോയിൻസ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരിക്കലും ഡൗട്ട് ആവേണ്ട, ഒരു എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾക്ക് നൽകും. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഒരു കമ്പനി വന്നതിന് ശേഷം ഇത്രയും ആൾക്കാർ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓരോ ആൾക്കാർക്കും 2000 കോയിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി വരുമ്പോൾ തന്നെ പൊട്ടിപ്പോകില്ല എന്ന്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിലോട്ട് വന്നു തന്നെ ഈ പൈസ കിട്ടും എന്നൊരു സെറ്റപ്പ് കൊണ്ടാണ്. പക്ഷേ ഇവർ ഇത് എന്താ പറയുക, അവരുടെ ഒരു എക്സ്ചേഞ്ച് ബിൽഡ് ചെയ്യാൻ നൽകുന്ന ഒരു ഗിവ് അവേ മാത്രമാണ്. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കോയിൻസ്ബിറ്റ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വസിറക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിനൊരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, അവരുടെ കമ്മീഷൻ പോലെ. അത് CIN കോയിൻ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ക്യാഷ് പോവാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് അവർ ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മന്ത്ലി നമ്മുടെ കയ്യിലുള്ള കോയിൻ്റെ 5% മാത്രമാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2000 കോയിനാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസവും വിൽക്കാൻ പറ്റുന്നത് വെറും 100 കോയിൻ എടുത്തായിരിക്കും. ഏകദേശം 700 രൂപ വാല്യൂ ഒക്കെ വരും എന്ന് പറയപ്പെടുന്നു. അതായത് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ചെയ്യുമ്പോൾ 10 സെൻറ്റ് ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്നാണ്. അതായത് 7 രൂപയൊക്കെ എടുത്ത് വരുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇതിന് ആ ഒരു പൈസ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്കറിയാം, വസിറക്സിൻ്റെ കോയിനൊക്കെ ഭയങ്കര റീച്ചിലോട്ട് പോയതാണ്. അതുപോലെ തന്നെ ഇതൊരു എക്സ്ചേഞ്ചിൻ്റെ ടോക്കൺ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു ചെറിയ എമൗണ്ടിൽ കിടക്കില്ല. ഈ ഒരു കോയിൻ ലോങ് ടൈമിലേക്ക് നമ്മൾ വെച്ചാലും നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് ആദ്യമേ ഇത് ലിസ്റ്റ് ആവുന്ന വഴിക്ക് നിങ്ങളെടുത്ത് എല്ലാം കൂടി വിറ്റ് നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഭാഗം വിൽക്കുക, ബാക്കി നിങ്ങൾ ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നാളെ 50 രൂപ 100 രൂപയൊക്കെ കയറി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ്
അപ്പം കിട്ടുന്നതാണ്. ഇപ്പം നടന്നിരിക്കുന്നത് Q1 മാത്രമാണ്. ഇപ്പോൾ Q2 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Q2 നമുക്ക് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 500ഓളം ടോക്കൺ കാര്യങ്ങൾ കിട്ടുന്നതാണ്. ഇനി Q3യിലാണ് ഇവരുടെ ആപ്ലിക്കേഷൻ വരുന്നത്, കോയിൻ ലിസ്റ്റിംഗ് വരുന്നത്, അതുപോലെ തന്നെ കോയിനും കാര്യങ്ങളും വിറ്റ് വേണമെങ്കിൽ ക്യാഷ് മേടിക്കാൻ സാധിക്കുന്നത്. ഇപ്പം അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ കോയിൻ സ്റ്റേക്ക് ചെയ്യാനായിട്ട് ഇടുക, സ്റ്റേക്ക് ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും കോയിൻസ് കൂട്ടുക. ഒരിക്കലും ഇവർ ലിസ്റ്റ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എല്ലാം വിൽക്കാനായിട്ട് തരില്ല. അങ്ങനെ നിങ്ങളൊരു വ്യാമോഹം വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമ്പനി അന്ന് തന്നെ പൂട്ടി പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും സെയിൽ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം 54,000ഓളം യൂസേഴ്സ് അവരുടെ കോയിൻസ് സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അത് കോടിക്കണക്കിന് കോയിൻസ് സ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റിൽ ഇതുവരെ സ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഏപ്രിൽ 9-നാണ് തുടങ്ങിയത്. അപ്പം ഇത്ര ഒരു ചെറിയ പീരീഡ് കൊണ്ട് തന്നെ ആ ഒരു എക്സ്ചേഞ്ചിൽ ഇത്ര ആൾക്കാർ വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു എയർഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര സക്സസ് ആയി, ഭയങ്കര ഹിറ്റായി. അപ്പോൾ എന്താണെങ്കിലും ഉടനെ തന്നെ, അതായത് Q3 എന്ന് പറയുമ്പോൾ ഒരുപാട് താമസമൊന്നുമില്ല, നമ്മുടെ നവംബർ ഡിസംബർ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ലിസ്റ്റ് ആവപ്പെടും. അവരുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വരും, നമുക്ക് കോയിനുകൾ വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് ബിറ്റ് കോയിനോ അല്ലെങ്കിൽ എതറിയം അങ്ങനെയുള്ള മറ്റു പല കോയിനുകളും കുറേ കോയിൻസ് ഇപ്പോൾ ലിസ്റ്റ് ആവുന്നുണ്ട്. അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യാൻ പറ്റും. പല എക്സ്ചേഞ്ചുകൾക്കും തീർച്ചയായിട്ടും കോയിൻസ്ബിറ്റ് ഒരു വെല്ലുവിളി ആവുന്നുള്ളത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഒരു കോയിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. നല്ല റൂട്ട് മാപ്പും കാര്യങ്ങളുള്ള അടിപൊളി സെറ്റപ്പിലാണ് അവർ പോകുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കോയിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കോയിനെ കുറിച്ച് മനസ്സിലായി. ഇനി ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊന്നും ആരും വെച്ചുകൊണ്ടിരിക്കേണ്ട. കൂടുതൽ അറിയാൻ തീർച്ചയായിട്ടും ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും വേണ്ടവരൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.